എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്വാറന്റൈനൊക്കെ അല്ല, ഇപ്പോൾ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോൾ വണ്ടി ഫുള്ള് അഴിച്ചിട്ടേക്കാണ്. ടാങ്ക് വണ്ടിയുടെ ഫയറിങ് കംപ്ലീറ്റ് മാറ്റി. അപ്പോൾ ഞാൻ ആലോചിച്ചു കരിസ്മ സെഡന്മാരാണ്. ഞാൻ കരിസ്മാറിൽ കുറച്ച് മോഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്ക് ഡിസ്ക് ബ്രേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ടൈൽ പാനൽ കംപ്ലീറ്റ് സെഡന്മാറിൻ്റെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ റേഡിയേറ്റർ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ഒരു കരിസ്മ സെഡന്മാറാണ്. ഞാൻ ഈ വണ്ടി ഇപ്പോൾ ചൂസ് ചെയ്യണതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ക്വാറന്റൈനാണ്, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, കരിസ്മ വർക്ക്ഷോപ്പിലിരിക്കുകയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഈ പറഞ്ഞ മോഡ്സ് എല്ലാം ഞാൻ കരിസ്മ സെഡന്മാറിൻ്റെ പാർട്സ് വാങ്ങിയിട്ടാണ് കരിസ്മാറിൽ അസംബിൾ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ഓൾമോസ്റ്റ് ഡയറക്റ്റ് ഫിറ്റായിരുന്നു. ഈ റേഡിയേറ്റർ ഫിറ്റ് ചെയ്യാൻ മാത്രമാണ് കുറച്ച് കൂടുതൽ പണി വേണ്ടി വന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ എൻജിൻ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കരിസ്മ സെഡന്മാറിൻ്റെയും എൻജിനെല്ലാം സെയിമാണ്. ഈ എൻജിൻ്റെ ഒരു കോട്ടിങ് കളറിൽ ചെറിയ മാറ്റമുണ്ട്. ഇതൊരു ഗോൾഡൻ ഷെയ്ഡോട് കൂടിയൊരു എൻജിനാണ് കരിസ്മ സെഡന്മാറിന് വരുന്നത്. അതേപോലെ ഈ ക്ലച്ചിൻ്റെ കവറിലും ചെറിയൊരു മാറ്റമുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ കാണുന്ന ഒരു മാറ്റമാണ് ഇതിന് കിക്കറില്ല. കരിസ്മാറിന് ഇവിടെ ഒരു കിക്കറിൻ്റെ ഒരു ഷാഫ്റ്റ് വരുന്നുണ്ട്. കരിസ്മ സെഡന്മാറിന് കിക്കറില്ല. അപ്പോൾ നമ്മൾ റേഡിയേറ്റർ അല്ലെങ്കിൽ ഒരു ഓയിൽ കൂളിംഗ് സെറ്റപ്പ് കരിസ്മാറിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് ഈ കരിസ്മ സെഡന്മാറിൻ്റെ തന്നെ പാർട്സാണ്. ഇന്ന് തന്നെ അതിന് വേണ്ടത് നമുക്ക് ഈ എൻജിൻ കവർ, ഈ ക്ലച്ച് സൈഡ് കവർ കരിസ്മ സെഡന്മാറിൻ്റെ നമുക്ക് വേണം. അതേപോലെ ഈ റേഡിയേറ്ററിലേക്ക് പോകുന്ന ഈ ഓയിൽ പൈപ്പ്, അത് 2 പൈപ്പ് വരുന്നുണ്ട്. ഒരെണ്ണം ഇന്നും ഒരെണ്ണം ഔട്ടുമാണ്. ആ 2 പൈപ്പ് നമുക്ക് വേണം. അതേപോലെ ഈ റേഡിയേറ്റർ വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് റേഡിയേറ്റർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വേണ്ടത്. അതേപോലെ തന്നെ കരിസ്മാറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കരിസ്മാറിൻ്റെ കിക്കർ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. നമുക്ക് കിക്കറും റേഡിയേറ്ററും കൂടെ ഒരുമിച്ച് ചെയ്യൽ ഇത്തിരി പണിയുള്ള പരിപാടിയാണ്. ഇവിടെ ലെയ്ത്തിലെല്ലാം കൊടുത്തൊരു ഹോൾ അടിച്ച് എടുക്കാനായിട്ട് നമുക്ക് പറ്റും. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഓയിൽ ലീക്കൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതില്ലാതെ നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നോക്കാം. റേഡിയേറ്ററിൻ്റെ ഈ ക്ലാമ്പ് കരിസ്മാറിൽ വരുന്നില്ല. നമുക്കതിന് പകരം പുതിയൊരു ക്ലാമ്പ്, ഇത്രയും ലെങ്ത് ഒന്നും വേണമെന്നില്ല, ഈ റേഡിയേറ്റർ ഫിറ്റ് ചെയ്യാൻ പാകത്തിന് ചെറിയൊരു ക്ലാമ്പ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ചേസിൽ ഇത് വെൽഡ് ചെയ്യേണ്ട വരും. അതിനുശേഷം നമ്മൾ ഈ ക്ലച്ച് കവർ കംപ്ലീറ്റ് അഴിച്ചെടുത്തിട്ട് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ക്ലച്ച് വരുന്നത്. ക്ലച്ച് പ്ലേറ്റ് വരുന്നത് ഈ കാണുന്ന ഭാഗത്തിൻ്റെ പിന്നിലാണ്. ഇവിടെ കിക്കറിൻ്റെ ഷാഫ്റ്റ് വരുന്നുണ്ട്. കിക്കറിൻ്റെ ഷാഫ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും. ഇത് ഈ എൻജിൻ കവർ മാത്രം അഴിച്ചെടുത്തുകൊണ്ട്, ഈ ക്ലച്ച് കവർ മാത്രം അഴിച്ചെടുത്തുകൊണ്ട് കിക്കർ ഷാഫ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റില്ല. എൻജിൻ ഫുള്ള് അഴിച്ചെടുത്താലാണ്, ക്രാങ്ക് കേസിൻ്റെ ഉള്ളിലാണ് കിക്കർ ഷാഫ്റ്റ് വരുന്നത്, അവിടെ നിന്ന് പുറത്തേക്കാണ് വരുന്നത്. അപ്പോൾ അത് അഴിച്ചെടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ക്ലച്ച് അഴിച്ചെടുത്തിട്ട് കിക്കർ ഷാഫ്റ്റിൻ്റെ പുറത്തേക്ക് വരുന്ന ആ ഒരു 1.5 ഇഞ്ചോളം വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അല്ല, എൻജിൻ ഫുള്ള് അഴിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു 5000 രൂപയോളം വേറെ എക്സ്ട്രാ ലേബർ കാശ് നമുക്ക് വരും. ഇതാണെന്നുണ്ടെങ്കിൽ അത്രയും കോസ്റ്റ് വരില്ല. ഒരു സാധാ വർക്ക്ഷോപ്പിലെല്ലാം പോയി കഴിഞ്ഞാൽ ഒരു 500 രൂപയുടെ ഉള്ളിൽ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ലേബർ ചാർജ് 500 രൂപയുടെ ഉള്ളിൽ ഒതുങ്ങും. അപ്പോൾ എനിക്ക് ഈ എൻജിൻ അഴിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ക്ലച്ച് കവർ അഴിച്ചെടുത്തിട്ട് കാണിക്കണം എന്നുണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അഴിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലത്തെ പാക്കിങ് മാറ്റേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഷോപ്സ് എല്ലാം മുടക്കാണ്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പാക്കിങ് കിട്ടില്ല. അത് കാരണം കൊണ്ട് എനിക്ക് അഴിച്ചെടുത്ത് കാണിക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഒരു അവസരത്തിൽ നമുക്കിത് അഴിച്ചിട്ട് കാണിക്കാം. അപ്പോൾ രണ്ടും, അതായത് കരിസ്മാറിൻ്റെ ക്ലച്ച് കവറിന് പകരം കരിസ്മ സെഡന്മാറിൻ്റെ ക്ലച്ച് കവർ ഡയറക്റ്റ് ഫിറ്റാണ്. ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് കവർ അഴിച്ചിട്ട് കിക്കറിൻ്റെ ഷാഫ്റ്റ്, ഈ ടൈൽസ് എല്ലാം കട്ട് ചെയ്യുന്ന പോലത്തെ ഹാൻഡ് ഗ്രൈൻഡർ വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ കരിസ്മാറിൽ ചെയ്ത സമയത്ത് അങ്ങനെയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഭാവിയിൽ കിക്കർ വേണമെന്നുണ്ടെങ്കിൽ അത് കിക്കർ ഷാഫ്റ്റ് മാറ്റി പുതിയൊരു കിക്കർ ഷാഫ്റ്റ് വെക്കേണ്ടി വരും. അപ്പോൾ എല്ലാം നമ്മൾ കിക്കർ ഷാഫ്റ്റ് അഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇരട്ടിപ്പണിയാണ്. 2 വട്ടം എൻജിൻ അഴിക്കേണ്ടതായിട്ട് വരും. അത് കാരണം കൊണ്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയും പറഞ്ഞാൽ കിക്കർ ഷാഫ്റ്റ് കട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കണക്ഷൻ 2 പൈപ്പും കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് വേറെ ഇലക്ട്രിക്കലായിട്ട് യാതൊരു ബന്ധമില്ല. വണ്ടി ഓടുന്ന സമയത്ത് റേഡിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കാറ്റ് കയറി ഇവിടെ നിന്ന് വരുന്ന ഓയിലിനെ റേഡിയേറ്ററിലേക്ക് പമ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ആ ഓയിലിനെ തണുപ്പിച്ച് തിരിച്ചു വരിക എന്നുള്ളതാണ് ഈ ഓയിൽ കൂളിങ്ങിൻ്റെ മെക്കാനിസം. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിന് ഇലക്ട്രിക്കലായിട്ട് യാതൊരു ബന്ധവുമില്ല. വണ്ടി
ഓടുന്ന സമയത്ത് കാറ്റ് കിട്ടിയിട്ട് തന്നെ ഓയിൽ കൂളായിക്കോളും. അത് പക്ക വർക്കിംഗ് ആണ്. നമ്മൾ കരിസ്മാറിൻ്റെ ഈ ഒരു പോർഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് ZMR ആണ്. ഈ ഒരു പോർഷനിൽ തന്നെ അതിനുള്ളൊരു പ്രൊവിഷൻ പോലെ ജസ്റ്റ് ഒരു വേറൊരു മാർക്കിംഗ്, ഒരു ബോൾട്ടിങ് പോലെ ഇവിടെ ഈ ഭാഗത്തായിട്ട് കാണാനായിട്ട് പറ്റും. ശരിക്കും കരിസ്മാറിൻ്റെ തന്നെ കുറച്ചും കൂടെ മോഡിഫൈഡ് വെർഷനാണ് ഇതിൻ്റെ ഈ ക്ലച്ച് കേസ് അല്ലെങ്കിൽ ക്ലച്ച് കവർ എന്ന് പറയുന്ന ഭാഗം. പിന്നെ ചെയ്തിട്ടുള്ള മോഡാണ് ഇതിൽ ഡിസ്ക് ബ്രേക്ക്. കരിസ്മ ZMRൽ സ്റ്റോക്ക് കണ്ടീഷനിൽ തന്നെ ബാക്ക് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡിസ്ക് ബ്രേക്ക് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ലോങ് റൈഡ്സ് എല്ലാം പോകുന്ന സമയത്ത് ഈ ഡ്രം ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ഇടയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഉള്ളിൽ പൊടി ഇരുന്നിട്ട് ബ്രേക്ക് കിട്ടാതെ വരും. പിന്നെ നമ്മൾ ബ്രേക്ക് ഷൂ മാറുന്ന സമയത്ത് ബ്രേക്ക് നമുക്ക് എപ്പോഴും കിട്ടില്ല. അത് ഇതിന് തേയ്മാനം വരുന്നതിനനുസരിച്ച് ബ്രേക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഡിസ്ക് ബ്രേക്ക് ആവുന്ന സമയത്ത് എപ്പോഴും ഈ ഡിസ്ക് അല്ലെങ്കിൽ ഡിസ്ക് പാഡ് റോട്ടറിൽ ലോഡായിരിക്കുന്നതുകൊണ്ടും ഡിസ്ക് പാഡ് തീർന്നാൽ തന്നെയും നമുക്ക് ആ ബ്രേക്ക് കിട്ടും. ബ്രേക്ക് ഷൂ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡ്രം ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്ക് എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഇത് ഇട്ട് കഴിഞ്ഞാൽ ആ പാഡ് തീരുന്നവരെ, അതായത് ആ പാഡിൻ്റെ ലൈഫ് തീരുന്നവരെ അതേ സെയിം ബ്രേക്കിങ് നമുക്ക് എപ്പോഴും കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ചെയ്തിട്ടില്ലെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കരിസ്മ ആറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം പറയാം. ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഇതിൻ്റെ ബാക്ക് വീല്, കരിസ്മ ZMRൻ്റെ ബാക്ക് വീല് എടുത്തു. ഇപ്പോൾ കരിസ്മ ആറിൽ ഡിസ്ക് ബ്രേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വേണ്ട ആദ്യത്തെ ഒരു സംഭവമാണ് ഈ ബാക്ക് വീല്. ഇപ്പോൾ ഇതിൽ ഞാൻ ഡാസ്ലറിൻ്റെ ബാക്ക് വീലാണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ കരിസ്മ ആറിൽ കരിസ്മ ZMRൻ്റെ ബാക്ക് വീല് കറക്റ്റ് സ്യൂട്ടാണ്. ഇത് 17 ഇഞ്ച് വീല് ഞാൻ കുറച്ചും കൂടെ വൈഡായിട്ടുള്ള ടയർ ഓപ്ഷൻ കിട്ടാൻ വേണ്ടി ചൂസ് ചെയ്തതാണ്. നമുക്ക് കരിസ്മയുടെ സ്റ്റോക്ക് സൈസായ 18 ഇഞ്ച് വീല് തന്നെ, അതായത് ZMRൻ്റെ വീല് തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഡിസ്ക്, അതും കരിസ്മ ZMRൻ്റെ നമുക്ക് ഡയറക്റ്റ് സ്യൂട്ടാണ്. പിന്നെ വേണ്ടത് ഇവിടെ കാലിപ്പർ, കരിസ്മ ZMRൻ്റെ അല്ലെങ്കിൽ ഹങ്കിൻ്റെ എല്ലാം കാലിപ്പർ സെയിം ആണെന്ന് തോന്നുന്നു. കരിസ്മ ZMRൻ്റെ ചൂസ് ചെയ്യാവും കുറച്ചും കൂടെ നല്ലത്, ഈസിയാണ്. ഹങ്കിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല. കാലിപ്പർ വേണം. കാലിപ്പറിൻ്റെ ഒരു ഹോൾഡർ വരുന്നുണ്ട്, ഇവിടെ ഒരു പ്ലേറ്റ്, അത് വേണം. അതേപോലെ ഒരു സ്റ്റേ ഉണ്ട്, കാലിപ്പറിൻ്റെ ഒരു സ്റ്റേ വരുന്നുണ്ട്, ഈ കാണുന്ന മെറ്റൽ പോർഷനാണ്, അത് നമുക്ക് വേണം. പിന്നെ ഈ ഫ്ലൂയിഡ് പൈപ്പ് ഇങ്ങനെ കാലിപ്പറിൽ നിന്ന് വന്ന് മാസ്റ്റർ സിലിണ്ടർ വരെ വരുന്ന ഈ പൈപ്പ്, അവിടെ നിന്ന് മുകളിലോട്ട് ഫ്ലൂയിഡ് ബോക്സിലോട്ട് പോകുന്ന പൈപ്പുകൾ പ്ലസ് ഈ മാസ്റ്റർ സിലിണ്ടർ വേണം. പിന്നെ റൈറ്റ് സൈഡ് ഫുഡ് പെഗിൻ്റെ പാനൽ, ഇതെന്തായാലും നമുക്ക് വേണ്ട ഒരു സംഭവമാണ്. ഇതിലാണ് നമ്മൾ മാസ്റ്റർ സിലിണ്ടർ ഫിറ്റ് ചെയ്യുന്നത്. കരിസ്മാറിൻ്റെ ഈ ഫുഡ് പെഗിൻ്റെ ഡിസൈൻ മാത്രമല്ല മാറ്റേണ്ടത്, അതിൻ്റെ ഉള്ളിലുള്ള ഫിറ്റിങ്സും മാറ്റേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ്. അതേപോലെ തന്നെ ഞാനിത് ചെയ്ത സമയത്ത് സിങ്ങാം ഉൾപ്പെടെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സിങ്ങാം മാറ്റാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാകുന്നുണ്ടെന്ന് തോന്നുന്നു, ഇവിടെയാണ് ഈ കാലിപ്പറിൻ്റെ സ്റ്റേയുടെ ഫിറ്റിങ് വരുന്നത്. ഈ കാണുന്ന ബോൾട്ടിലാണ് ഫിറ്റിങ് വരുന്നത്. അപ്പോൾ ഇവിടെ സിങ്ങാമിലൊരു ക്ലാമ്പ് വരുന്നുണ്ട് മുകളിലേക്ക്. കരിസ്മ ZMRൽ ഇങ്ങനെയാണ് വരുന്നത്. കരിസ്മ ആറിൽ വരുന്ന സ്റ്റേ താഴേക്കാണ് വരുന്നത്. സ്റ്റേ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് മുകളിലേക്കായിട്ട് ഇതിൻ്റെ ലെങ്ത്ത് നോക്കി ഫിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊരു വെൽഡിങ് വർക്ക്ഷോപ്പിലെല്ലാം പോയാൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളൂ, അത്രയും ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തെ നമുക്ക് പ്രൈസ് കുറച്ചും കൂടെ സിങ്ങാമിനൊരു 2000 രൂപയോളം വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ആ 2000 രൂപ നമുക്ക് ലാഭിക്കാൻ മാത്രമല്ല ലേബർ ചാർജിലും കുറവ് വരും. അതായത് സിങ്ങാം മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കംപ്ലീറ്റ് അസംബ്ലി അയച്ചെടുത്തിട്ട് വേണം സിങ്ങാം മാറ്റാനായിട്ട്. അപ്പോൾ സിങ്ങാം മാറ്റാതെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ലേബർ ചാർജ് കുറവായിട്ടുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബ്രേക്ക് പെഡൽ നമ്മൾ കരിസ്മ ZMRൻ്റെ തന്നെയായിരുന്നു ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഫുഡ് പെഗ് പാനൽ 2 സൈഡും മാറ്റണം എന്നില്ല കേട്ടോ. ഈ റൈറ്റ് സൈഡ് മാത്രം, ഇതിനുള്ള ഫിറ്റിങ്ങിനുള്ള റൈറ്റ് സൈഡ് ഫുഡ് പെഗ് മാത്രം മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിറ്റിങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞാൻ പറഞ്ഞ ഇത്രയും സംഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കരിസ്മ ആറിൽ കരിസ്മ ZMRൻ്റെ ഡിസ്ക് ബ്രേക്ക് ഡയറക്റ്റ് ഫിറ്റ്, പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറഞ്ഞ പോലെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ഫിറ്റിങ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് സ്റ്റോക്ക് വീൽ അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഈ ZMRൻ്റെ വീല് നമ്മൾ ടയർ ഇട്ടിട്ട് കയറ്റുന്നതിൻ്റെ കൂടെ തന്നെ ഈ കാലിപ്പർ ഹോൾഡർ സ്റ്റോക്കിൽ ഇവിടെ വേറൊരു സെറ്റപ്പാണ്.
ഒരു ഡ്രം ബ്രേക്കിന് കാണാമല്ലോ, വേറൊരു ടൈപ്പാണ്. അതിൻ്റെ ഡിസ്റ്റൻസ് ബുഷ് എല്ലാം മാറ്റമുണ്ടാവും. ഇവിടെ വരുന്ന സ്പേസർ ബുഷ് എല്ലാം മാറ്റമുണ്ടാവും. ഇതെല്ലാം ZMRൻ്റെ തന്നെ നമ്മൾ എടുത്തിട്ട് ഇതിൽ ഫിറ്റ് ചെയ്യുക. ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഫുഡ് പെഗ് പാനൽ നമ്മൾ റൈറ്റ് സൈഡ് ഫുഡ് പെഗ് പാനൽ ZMRൻ്റെ എടുത്തിട്ട് അത് പ്ലസ് അതിൽ ഈ മാസ്റ്റർ സിലിണ്ടർ എല്ലാം ഫിറ്റ് ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്യുക. നമ്മുടെ സ്റ്റോക്ക് ഫുഡ് പെഗ് പാനൽ അഴിച്ചെടുത്തിട്ട് പകരം ഈ ഫുഡ് പെഗ് പാനൽ സെറ്റ് ചെയ്യുക. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കണക്ഷൻ കൊടുക്കുക. ZMRൽ ഫ്ലൂയിഡിൻ്റെ ബോക്സ് വരുന്നത് ഇവിടെ ബാറ്ററി കേസിലാണ്. അത് ബാറ്ററി കേസും കൂടെ ഞാൻ മുൻപ് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് നെസസറി അല്ല, മാറ്റണം എന്നില്ല. അതില്ലെങ്കിലും ഈ ബോക്സ് നമ്മളിവിടെ എവിടെയെങ്കിലും ടാഗ് ചെയ്ത് തന്നാലും ബ്രേക്ക് വർക്കിങ്ങിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇത്രയും സംഭവങ്ങളുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സിമ്പിളായിട്ട് R-ൽ ZMRൻ്റെ ഡിസ്ക് ബ്രേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഈ പറഞ്ഞ ഇത്രയും പാർട്സ് പുതിയത് വാങ്ങിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10,000-12,000 രൂപയോളം കോസ്റ്റ് വരും തോന്നുന്നു. ഞാൻ മുൻപ് ചെയ്ത സമയത്ത് 2 സൈഡ് ഫുഡ് പെഗ് പാനൽ പ്ലസ് സ്വിങ് ആം എല്ലാം അടക്കമാണ് മാറ്റിയിട്ടുണ്ടായിരുന്നത്.